നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, കഴിഞ്ഞ ദിവസമാണ് സുജിത്തിനെ തല്ലിച്ചതയ്ക്കുന്ന പോലീസിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ശേഷം പോലീസുകാർക്ക് സസ്പെൻഷൻ കിട്ടി. വെറും സസ്പെൻഷനിൽ ഒതുങ്ങേണ്ട ഒരു ഒരിക്കലുമല്ല. കാരണം കേരളത്തിൽ പോലീസ് സേന സ്ഥാപിതമായത് മുതൽ ഇങ്ങോട്ട് ഒരുപാട് കസ്റ്റഡി മരണങ്ങളുടെയും ലോക്കം മർദ്ദനങ്ങളുടെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മുൻ വർഷങ്ങളിൽ, അതായത് നേരത്തെ മുൻപ് ഒരുപാട് പീഡനങ്ങൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലുണ്ടായ ഒരു ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി വരുന്നത്. അന്ന് ആ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്പത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊക്കെ എനിക്ക് ഓർക്കുന്നുണ്ട്. അപ്പം അതിഭീകരമായിട്ടുള്ളൊരു മർദ്ദനമാണെന്ന് പോലീസായ ഉദയകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നേരെ നടത്തിയ അയാൾ മരിച്ചു പോകുന്നത്. ഇതിനു മുൻപ് തന്നെ നമ്മുടെ കസ്റ്റഡി മരണങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് മലയാളികളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു സംഭവം ഇത് തന്നെയാണ്. കാരണം അതിഭീകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു മർദ്ദനമാണെന്ന് ആ മനുഷ്യനെ ഏൽക്കേണ്ടി വന്നു. പിന്നെ അതിനു മുൻപ് തന്നെ നമ്മുടെ ശ്രീജിത്തിന്റെ കേസ് ഉൾപ്പെടെയുള്ള കേസുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 75-ലെ നമ്മുടെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ, രാജന്റെ തിരോധാനം ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ മുൻപിലുണ്ട്. അപ്പം അതിൽ നിന്നൊരിക്കലും പോലീസ് മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം വിശദമാകുന്നത്. അതെ, ജനമൈത്രി പോലീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ പോലീസുകാർ ഒരു ഫേസ്ബുക്ക് പേജിലൂടെ അവർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ കണ്ടാവും പോലീസുകാർ പഴയ പോലെ ഒന്നും അല്ല എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും പോലീസ് അങ്ങനെ അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഏതൊരു സർക്കാരും നടത്തുന്ന ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം എനിക്കും പലതവണ നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. അപ്പം ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, പോലീസ് അതിൽ നിന്ന് ഒരിക്കലും മാറിയിട്ടില്ല. എല്ലാ കാലത്തും പോലീസ് ഭരണപക്ഷത്തിന്റെ മർദ്ദന ഉപകരണങ്ങളായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അപ്പം അതിന്റെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള സംഭവം ഇപ്പൊ ഈ ഒരു സംഭവം പുറത്തു വന്നു. ഇതിനു മുൻപ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു യാത്ര നടത്തിയിരുന്നു കേരളം ഒട്ടാകെ. അന്ന് പല വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസുകാർ എങ്ങനെയാണ് നേരിട്ടെത്തുള്ളത്, ചെടിച്ചട്ടി വരെ എടുത്ത് തലക്കടിക്കുന്ന അതിക്രൂരമായ ദൃശ്യങ്ങൾ നമ്മുടെ പുറത്തു വന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഒരു ദൃശ്യമാണ് ഇപ്പൊ പുറത്തു വന്നത്. അത് പുറത്തു വന്നപ്പോൾ മാത്രമാണ് നമ്മളിത് കാണുന്നത് പോലും. അപ്പം ഇതിനു മുൻപ് ഇപ്പോൾ ഒരാളെ പോലീസുകാർ തല്ലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസുകാർ സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് വലിയ ഇതൊന്നും തോന്നാറില്ല. അത് ഒരു സ്വാഭാവികമായിട്ടുള്ള സംഭവമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. മലയാളികൾ അതിനെ അക്സെപ്റ്റ് ചെയ്തു. നമ്മൾ നാട്ടുകാർ ആ ഒരു സംഭവത്തെ, അല്ലെങ്കിൽ ഇത്ര ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സത്യം. പക്ഷെ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത്. പല സ്ഥലങ്ങളിലും CCTV പ്രവർത്തനരഹിതമാണെന്നുള്ള അത് പ്രവർത്തനരഹിതമാകുന്നില്ലല്ലോ, പ്രവർത്തനരഹിതമാക്കി വെക്കുന്നതാണ് പലപ്പോഴും. കാരണം ഇത്തരം CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം ദൃശ്യങ്ങൾ ഇനിയും പുറത്തു വരും. കാരണം അതായത് ഇയാളുടെ ഒരു പരാതി വന്നതിന് ശേഷം ഒരുപാട് പേർ ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തുണ്ട്. DYFI പ്രവർത്തനം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട് കൊല്ലത്ത്. കാരണം പോലീസുകാർ എല്ലാ കാലത്തും അങ്ങനെ. ഇപ്പൊ എനിക്കുണ്ടായ ഒരു സംഭവം എന്താ വെച്ചാൽ, ഞാൻ 2 വർഷം മുമ്പ് ഞാൻ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുള്ള സമയത്ത് ഈ അത്യാവശ്യം ഒരു വീട്ടിൽ പോകേണ്ടി വന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ബൈക്ക് മേടിച്ചിട്ടാണ് ഈ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുവാണ് ഞാൻ. തിരിച്ചു വരുന്ന വഴിക്ക് എന്നെ ചെക്കിങ്ങിനായിട്ട് പോലീസ് കൈ കാണിച്ചു. അപ്പൊ അതിനകത്ത് പ്രശ്നം എന്താ വെച്ചാൽ, എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി ആയതുകൊണ്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും എൻ്റെ കയ്യിലില്ല. അവൻ്റെ ഫോണിൽ PDF ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുപോലുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് കയ്യിൽ മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. അപ്പം എന്നോട് പറഞ്ഞു വണ്ടിയുടെ ബുക്കും പേപ്പറും എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്, ഇന്നപോലെ വീട്ടിൽ നിന്ന് പോയിട്ട് അത്യാവശ്യമായിട്ട് തിരിച്ചു വരികയാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് പോലീസുകാരൻ എന്നോട് ചോദിക്കുകയാണ്, നീ ഈ വണ്ടി കട്ടോണ്ട് വന്നതാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞൊരു കേസ് രജിസ്റ്റർ ചെയ്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളിയോട് തിരിച്ചു വയ്ക്കുക. ഞാനൊരു പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ സാധാരണ പതുക്കെ വണ്ടി ഓടിച്ച് ഹെൽമെറ്റും വെച്ച് സാധാരണ ഈ വരുമ്പോഴാണ് എന്നെ ചോദിക്കുന്നത്. അവർ ചെക്കിങ് നടത്തിക്കോട്ടെ, കുഴപ്പമില്ല, അത് അവരുടെ ജോലിയാണ്. പക്ഷെ ഒരു ബുക്കും പേപ്പറും ഇല്ലാത്തതിന്റെ പേരിൽ ഇങ്ങോട്ട് തന്നെ എന്നോട് പറയണം, നിന്നെ കള്ളക്കേസിൽ കുടുക്കി, നിന്നെ കള്ളനാക്കി ഞാൻ അകത്തിടുന്ന, അതാണ് അവരുടെ ധൈര്യം. അത് പറയണേ. ഞാൻ പറഞ്ഞത്, സാറേ എന്തിനാണ് പറഞ്ഞ ബുക്കും പേപ്പറും കാണിക്കും. ഞാൻ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചാൽ വാട്സപ്പിൽ എൻ്റെ PDF ഇട്ട് തരും, അത് കാണിച്ചാൽ പോരെ, എന്നാൽ അത് കാണിക്കും. അപ്പം വിളിച്ചു ചോദിച്ചു, അവനത് ഇട്ട് തന്നു, കാണിച്ചു. പ്രശ്നം ഇത്രേ ഉള്ളൂ. പക്ഷെ ആർക്കെതിരെയും ചെയ്യാമെന്നുള്ളതാണ് ഇതിനകത്ത് അവരുദ്ദേശിക്കുന്നത്. ഇപ്പം ഈ സുജിത്തിന്റെ കേസിലാണെങ്കിൽ പോലും
ഈ സുജിത്തിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവന് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കോടതിയിൽ എത്തിയപ്പോൾ കോടതി തള്ളിക്കളഞ്ഞു. കാരണം അയാൾ മദ്യപിച്ചിട്ടില്ല എന്നുള്ളത് അയാളുടെ ബ്ലഡ് റിസൾട്ട് കണ്ട് പോലീസ് അത് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അപ്പം അതായത് തങ്ങൾക്കെതിരെ തങ്ങളുടെ ഈഗോ ഹർട്ടാകുന്ന എന്തിനേയും അടിച്ചമർത്തുക, അടിച്ചൊതുക്കുക എന്നുള്ളതാണ് ഒരു പോലീസിന്റെ രീതി. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഈ സർക്കാരുകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഏതൊരു സർക്കാരിന്റെയും പ്രതിച്ഛായ എന്ന് പറയുന്നത് പോലീസ് തന്നെയാണ്. പോലീസ് സേന എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുന്ന ഒരു സിസ്റ്റമാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ കൂടുതൽ സർക്കാർ തന്നെ ഇടപെട്ടില്ല. അതിലൊരു തീർച്ചയായിട്ടും മികച്ച രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തം എല്ലാ സർക്കാരിനും ഉണ്ട്. അപ്പം ഈ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പഴി കേട്ടിട്ടുള്ളത് ഒരു വകുപ്പ് ഈ പറഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പക്ഷെ അത് നന്നാക്കേണ്ട ചുമതല ആർക്കാണ്? മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. കാരണം ആഭ്യന്തരമന്ത്രി ആയിട്ടിരിക്കുന്നത് അദ്ദേഹമാണ്. ഇപ്പം ഈ ഒരു തർക്കങ്ങളൊക്കെ വരുമ്പോഴത്തേനും പലപ്പോഴും പി രാജീവിനെ പണ്ട് പോലീസ് മർദ്ദിച്ചുകൊണ്ട് പോലീസ് ജീപ്പിൽ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന പടങ്ങൾ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അല്ലാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുൻപ് ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്ന സ്ഥാനത്ത് ഉണ്ടായിരുന്നുള്ള സമരങ്ങൾ മൂലം ഉണ്ടായിരുന്നുള്ള ആക്രമണങ്ങൾ അവർ പലപ്പോഴും എടുത്ത് പറയുന്ന കണ്ടിട്ടുണ്ട്. അത് പോലീസ് ഈ ഇടതുപക്ഷക്കാരെ ആക്രമിക്കുന്ന പല വിഷ്വൽസും ഫോട്ടോസും ഇവർ തന്നെ പ്രചരിപ്പിക്കാറുണ്ട്. ഞങ്ങളുടെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ പോലീസ് ഞങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവര് പോലീസിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഇവർ അധികാരത്തിലേറുമ്പോൾ എന്നാൽ ഇതെല്ലാം ശരിയാക്കണ്ടേ? അതല്ലേ അതിൽ ന്യായം? അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അതായത് ഒരു സാധാരണ ഒരു മനുഷ്യനെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് പറയുകയാണ് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നീയൊക്കെ സഹിച്ചോളാം എന്നങ്ങ് പറയുന്നതിന്റെ യുക്തി എന്താണ്? അതല്ലേ അവിടെ പ്രശ്നം വരുന്നത്. ഇപ്പം ഈ ഒരു വ്യക്തി, അതായത് ഈ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ടും അയാൾക്ക് പിന്നിൽ അയാൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുള്ളത് കൊണ്ടുമാണ് ഈ ഒരു സംഭവം പുറത്തു വന്നതും അവൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചതും. അത് അതെ, ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിലോ ഇടി മേടിച്ച് വീട്ടിലിരിക്കുക എന്നുള്ളത് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പോലീസിൽ കൊണ്ട് പരാതി കൊടുത്താലും അവരെന്താ പറയാ? അതെ, അതുകൊണ്ട് അത് എടുക്കാറില്ല. അവരുടെ പോലീസ് പരാതി സ്വീകരിക്കാറില്ല. സമാനമായ രീതിയിൽ ഞാൻ മാധ്യമപ്രവർത്തനം ജോലി ചെയ്തുകൊണ്ട സമയത്ത് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ചെവിക്കല്ലടിച്ച് കർണപടം പൊട്ടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം കുറെ നാളത്തെ ഒരു ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ഒരുപാടുണ്ട്. ഒരുപാട്. അതെ 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 അതെ. അപ്പം ഒരുപാട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ശരിയാകാൻ പോലീസ് പോലും ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല ഒരുപാട് പോലീസുകാരുൾപ്പെടെ പല കുറ്റകൃത്യങ്ങളിലും പല മാഫിയ ബന്ധങ്ങളുമായിട്ട് ബന്ധമുള്ളതായിട്ടും പലപ്പോഴും വാർത്തകൾ ഇതിനിടയ്ക്ക് 10 വർഷത്തിനിടയ്ക്ക് പലതവണ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ ഒന്നും നേരെയാക്കാൻ ഒരിക്കലും മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ ADGP അജിത് കുമാറിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പം ഇതുപോലെയുള്ള കുറ്റകൃത്യ വാസന ഉള്ളവർ തന്നെയാണ് പോലീസിനെ നയിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പം ഇത്തരമുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും. നമ്മൾ ഈ പറഞ്ഞ പോലെ സുജിത്തിനെ പോലെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ബാക്കിയുള്ളൂ. എത്രയടാ? 10 മിനിറ്റ് ആയോ?